നമസ്കാരം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സോവിങ് മെഷീൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ്. എൻ്റെ മെഷീൻ എന്ന് പറയുന്നത് എൽനയുടെ എലീന 40 എന്ന് പറയുന്ന ഒരു മെഷീനാണ്. എല്ലാ മെഷീനുകളും തന്നെ കുറച്ച് ബേസിക് സംഗതികളോടുകൂടിയാണ് വരുന്നത്. അതായത് സീം റിപ്പർ, ഈ കാണുന്ന സീം റിപ്പർ, ഇത് നമുക്ക് തയ്ച്ച് ശരിയായില്ലെങ്കിൽ നൂല് പൊട്ടിച്ച് കളയാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പൂൾ ക്യാപ്പ്, അത് വലുതുണ്ട് ചെറുതുമുണ്ട്. പിന്നെ ഇത് സ്ക്രൂ ഡ്രൈവർ, അത് ബട്ടൺ ഹോൾ ഫുട്ട്, ഇത് സിപ്പർ ഫുട്ട്, അത് സാറ്റിൻ സ്റ്റിച്ച് ഫുട്ട്, ഇത് ബോബിൻ. ഇങ്ങനെ കുറച്ച് സംഗതികളോടുകൂടിയാണ് വരുന്നത്. തുടക്കക്കാർ എപ്പോഴും ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഹാൻഡി ആയിട്ട് വെച്ചിട്ടുണ്ടാകണം. അതായത് തയ്ക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടി നമുക്ക് ഇത് നോക്കി ശരിയാക്കാൻ പറ്റും. തുടക്കത്തിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ പണി വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പ്ലഗ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യുന്നത് ഫുഡ് പെഡലിൻ്റെ, അതും പ്ലഗ് ചെയ്യുന്നു. മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് പെഡൽ അമർത്തുമ്പോൾ വളരെ സ്ലോലി പ്രസ് ചെയ്യാൻ തുടങ്ങുക. അതായത് ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സൂചി അനങ്ങി തുടങ്ങും. അതല്ല ശക്തിയിൽ പ്രസ് ചെയ്താൽ അത് ഒറ്റയടിക്ക് തന്നെ മെഷീൻ അങ്ങ് സ്പീഡ് കൂടും. അതുപോലെ തന്നെ ഈ മെഷീനൊരു ത്രെഡ് കട്ടറും അതിൻ്റെ സൈഡിൽ ഉണ്ട്. ഇത് എക്സ്റ്റൻഷൻ ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആക്സസറി ബോക്സ് എന്ന് പറയാം. അത് ഏത് മെഷീനാണെങ്കിലും ഇതുപോലെ ഒരു ചെറിയ ബോക്സെങ്കിലും സൈഡിൽ ആക്സസറി ബോക്സ് ആയിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ബോബിൻ ത്രെഡ് എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നത് നോക്കാം. സ്പൂൾ ക്യാപ്പ് വെച്ചു, ആ നൂല് അതിനടിയിൽ കൂടെ എടുത്തിട്ട് ഈ ലിവറിൻ്റെ ഒരു പിന്ന് പോലെ ഉണ്ട്, അതിനടിയിൽ കൂടെ എടുത്തിട്ട് ബോബിൻ്റെ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ആ അടിയിലുള്ള ഹോളിൽ കൂടെ പൊക്കത്തിലേക്ക് ഇതുപോലെ കയറ്റി അങ്ങനെ വെച്ചിട്ട് റൈറ്റിലേക്ക് പുഷ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് സ്ക്രീനിൽ സ്പൂൾ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഫുഡ് പെഡൽ അമർത്തി കൊടുത്താൽ ബോബിൻ വെൻഡിങ് സ്റ്റാർട്ട് ചെയ്യും. അത് ഫുള്ള് നിറഞ്ഞിട്ട് തനിയെ നിൽക്കാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് തനിയെ നിന്നോളും. അതെല്ലാം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം അത് തിരിച്ച് ലെഫ്റ്റിലേക്ക് ആക്കാനും മറക്കാൻ പാടില്ല. ഇനി നമുക്ക് മെഷീൻ എങ്ങനെ ത്രെഡ് ചെയ്യുന്നത് നോക്കാം. ആ പിക്ചർ ഫോളോ ചെയ്ത് കണ്ടോ കാണുന്ന ആരോ കാണിച്ചിരിക്കുന്ന പോലെ നൂല് താഴോട്ടെടുത്ത് ആ ആരോ ഫോളോ ചെയ്താൽ മതിയാവും. ആ ലീവറിനെ ചുറ്റി വീണ്ടും താഴോട്ട് വരുന്നു. അതിനുശേഷം ആ പിന്നിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇതിന് നീഡിൽ ത്രെഡ് ഉള്ളതുകൊണ്ട് എനിക്ക് നീഡിൽ ഹയസ്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് വേണം ത്രെഡ് ചെയ്യാൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. എപ്പോഴും നീഡിൽ ഹയസ്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നീഡിൽ ത്രെഡർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ബോബിൻ എങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് നോക്കാം. ഇത് ടോപ്പ് ലോഡിംഗ് ആണ്. അടപ്പിങ്ങനെ പ്രസ് ചെയ്ത് തുറക്കുന്നു. അതിനുശേഷം ഇങ്ങനെ വേണം വെച്ച് കൊടുക്കാൻ. അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഹുക്ക് പോലെ അതിന് ഉള്ളിൽ കൂടെ വരച്ചിട്ട് ആ നൂല് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെച്ച് കവറിടാം, അതല്ല ഒരു ചെറിയ ടൈൽ പുറത്തിട്ടാലും കുഴപ്പമില്ല. അതിനുശേഷം നീഡിലിൻ്റെ ത്രെഡിൽ പിടിച്ചിട്ട് ഹാൻഡ് വീല് തിരിച്ച് നീഡിൽ താഴോട്ട് ഇറക്കുന്നു. ഈ നീഡിൽ ചെന്നിട്ട് ബോബിൻ ത്രെഡ് വലിച്ചെടുക്കുന്നു.
ഇത്രേ ഉള്ളൂ. ആ ലിവർ പൊക്കിയാൽ നമുക്ക് പ്രഷർ ഫുഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, താത്താനും പറ്റും. അതിൻ്റെ പുറകിൽ എപ്പോഴും ഒരു ലിവർ ഉണ്ടാവും. അത് പൊക്കിയിട്ട് നമുക്ക് പ്രഷർ ഫുഡ് ലിഫ്റ്റ് ചെയ്യാം. അതിനുശേഷം ആ 2 നൂലുകളും കൂടി ഇങ്ങനെ പ്രഷർ ഫുഡിൻ്റെ അടിയിൽ കൂടി ഇടണം. തയ്ക്കാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഈ കാണുന്ന ഓരോ ബട്ടണും എന്തിനുള്ളതാണെന്ന് നോക്കാം. ഇത് റിവേഴ്സ് ബട്ടൺ. ഇതെപ്പോഴും തയ്യൽ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇതെനിക്ക് ഫുഡ് പെഡൽ ഇല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത്. അത് നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ പൊസിഷൻ ചെയ്യാനുള്ളത്. സ്പീഡ് കൺട്രോളാണ് ഈ ബട്ടൺ. ഇത് ഏറ്റവും കുറച്ച് വെച്ചാൽ മിനിമം, മീഡിയം, പിന്നെ അതുപോലെ തന്നെ മാക്സിമം സ്പീഡാവും. ഈ മെഷീൻ ഏകദേശം 30ഓളം സ്റ്റിച്ച് സെലക്ഷനുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൂട്ടാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട്. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ആയതുകൊണ്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. അല്ലാത്തതാണെങ്കിൽ സാധാരണ മാനുവലായിട്ടുള്ളതാണെങ്കിൽ നമ്മളതിൻ്റെ കൈകൊണ്ട് തന്നെ നമുക്കത് കറക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്കിതിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സിഗ്സാഗൊക്കെ ചെയ്യുമ്പോൾ സിപ്പർ ഫുഡ് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നീഡിലിൻ്റെ അറ്റം ഒടിഞ്ഞു പോകും. അതുകൊണ്ട് സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ട് അതിനുള്ള പ്രഷർ ഫുഡും കറക്റ്റായിട്ട് വയ്ക്കാൻ ഓർക്കണം. കണ്ടോ, ഈ മാർക്ക് കാണുന്നതെല്ലാം നമുക്ക് നമ്മൾ ഫാബ്രിക് വെച്ച് കൊടുക്കുമ്പോൾ അതനുസരിച്ച് അലൈൻ ചെയ്യാനുള്ളതാണ്. സോവിങ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. 3/8, 5/8 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു സ്ക്രാപ്പ് ഫാബ്രിക്കിൽ തയ്യൽ ടെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമേ തന്നെ റിവേഴ്സ് സ്റ്റിച്ച് എപ്പോഴും ആദ്യം അവസാനവും കൊടുക്കാൻ ശ്രദ്ധിക്കണം. കണ്ട, സ്റ്റിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നുവാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മെഷീൻ റീത്രെഡ് ചെയ്യാനായിട്ട് ഓർക്കണം. അതല്ലെങ്കിൽ ബോബിൻ ത്രെഡ് വൈൻഡ് ചെയ്തിരിക്കുന്നത് ശരിയാണോ നോക്കണം. ലൂസായിട്ടൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ശരിയാവില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ടെൻഷൻ, ഇതുണ്ട് മെഷീൻ ടെൻഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി മാനുവൽ എപ്പോഴും റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കട്ടി കൂടിയ തുണിക്ക് എപ്പോഴും ടെൻഷൻ കൂടുതൽ വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ നമ്മൾ കുറഞ്ഞ ടെൻഷൻ വയ്ക്കും. അതെല്ലാം വിശദമായിട്ട് മാനുവലുണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ പ്രഷർ ഫുഡ് മാറ്റണമെങ്കിൽ ഈ പുറകിൽ ലിവറിൽ പൊക്കിയാൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴും. കണ്ടോ, ആ പുറകിൽ കാണുന്നതിൽ. അതുപോലെ തന്നെ ആ ഗ്രൂവിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്താൽ അത് അറ്റാച്ച് ആവും. ഇനി നമുക്ക് നീഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യമായിട്ടും ചെയ്തിരിക്കണം. ഒരു കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഫാബ്രിക്കോ എന്തെങ്കിലും ഇങ്ങനെ അടിയിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഈ സ്ക്രൂ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് നീഡിൽ ഊരിയെടുക്കാം. നീഡിലിന് ഒരു വശം പരന്നതും ഒരു വശം റൗണ്ട് ഷേപ്പിലുള്ളതുമാണ്. അത് പരന്ന വശം എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം വയ്ക്കാനായിട്ട്. അത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് വേണം സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട്. സ്ക്രൂ ടൈറ്റാക്കിയതിന് ശേഷം ഹാൻഡ് വീൽ കൊണ്ട് തിരിച്ച് നീഡിലൊന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക് പതുക്കെ. അവിടെ പേപ്പർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീഡിൽ താഴേക്ക് വീണ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ടോപ്പ് ലോഡിങ് മെഷീൻ ആയതുകൊണ്ട് പിന്നെ അത് ഫുള്ള് അഴിച്ചെടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് നമ്മളൊരു കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാബ്രിക്കോ എന്തെങ്കിലും അടിയിലിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.